ഹായ് ഹലോ വെൽക്കം ടു എ ചാനൽ. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തും അതുപോലെ ചെറിയ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ഇങ്ങനെ കറുത്ത് തുടങ്ങിയിട്ടുള്ള നല്ല പഴുത്ത പഴം നോക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെരിച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളല്ലാതെ നിങ്ങൾക്ക് വട്ടത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലാതെ നേർ പകുതിയാക്കിയിട്ട് നമ്മൾ പഴം പൊരിച്ചതിനൊക്കെ കട്ട് ചെയ്യില്ല, അപ്പോൾ അതുപോലെയൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെയെല്ലാം ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടാൻ ശേഷം നമ്മളതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ കേട്ടോ. എൻ്റെ ദോശയുടെ പാനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നടുക്ക് ഭാഗം ഇങ്ങനെ ചെറുതായിട്ട് പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ആ നെയ്യൊക്കെ ഇങ്ങനെ സൈഡിലോട്ടായിട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പഞ്ചസാര ഇങ്ങനെ നെയ്യിൽ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മറ്റേ ഫ്രൈ പാനിൽ എൻ്റെ മീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതിലിതങ്ങനെ നമ്മൾ എല്ലാം പഴം അങ്ങനെ വിട്ട് വെച്ചതിന് ശേഷം നമ്മളതിൻ്റെ മേലെ കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇത് കുറച്ച് സമയം ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു നെയ്യിൽ ഇങ്ങനെ മുരിഞ്ഞ് വരുമല്ലോ. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നമ്മളിത് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ആ ഒരു പഞ്ചസാരയൊക്കെ ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ട് ആ ഒരു പഴമൊക്കെ അങ്ങനെ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകുന്ന സമയത്ത് നമുക്ക് പാൻ ഓഫാക്കിയിട്ട് ഇതിന് ഒരു പഴം പൊരിച്ചത് നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളുടെ ഈസി പീസി പഴം വാട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പഴം വാട്ടിയെന്നാണ് ഇതിന് പറയുക. അപ്പോൾ നിങ്ങൾ അവിടെയൊക്കെ പഴം വാട്ടിയെന്ന് തന്നെയാണോ പറയുക എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് പഞ്ചസാരയും കൂടെ ഒന്നിങ്ങനെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്.